ഇന്ന് ലോകത്തിലുള്ള പ്രമുഖ രാഷ്ട്ര തലവന്മാരും ഉന്നതതല ഉദ്യോഗസ്ഥരും പ്രമുഖ വ്യവസായികളും ജീവിക്കുന്നത് കടുത്ത സെക്യൂരിറ്റി വലയത്തിനുള്ളിലാണ്. പലർക്കും ജീവന് ഭീഷണിയുള്ളതുകൊണ്ട് സെക്യൂരിറ്റി സേവനത്തിന് ഇവർ നിർബന്ധിതരാകുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സേനയ്ക്ക് വേണ്ടി ഒരു ദിവസം 1 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നുണ്ടത്രേ. എന്നാൽ 1 രൂപ പോലും ചെലവില്ലാതെ സുരക്ഷ ലഭിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരത്രേ ദൈവമക്കൾ. യേശു കർത്താവ് ഒരു വാഗ്ദത്തം തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുള്ളത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. അവർ ഗോഡ്സ് പ്രസൻസ് ഈസ് അവർ സെക്യൂരിറ്റി. നമ്മുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്രേ നമ്മുടെ സുരക്ഷ. യഹോവയാം ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ വാക്യം, മൈ പ്രസൻസ് വിൽ ഗോ വിത്ത് യു ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവ സാന്നിധ്യത്തിൽ നാം കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ നാം സുരക്ഷിതരാണെന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്നു. അല്ലാത്ത പക്ഷം എപ്പോഴും ഒരു അരക്ഷിതാവസ്ഥ അനുഭവപ്പെടും. നാം ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആയതുപോലെ ദൈവ സാന്നിധ്യം നമ്മോടൊപ്പം പോരേണ്ടതിന് ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുക. മോശ ദൈവത്തോട് പറഞ്ഞതത്രേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-ാമത്തെ വാക്യം, തിരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുത്. തിരു സാന്നിധ്യം നമ്മോടൊപ്പം ഇല്ലാതെ ഒരിടത്തും നാം പോകുവാൻ തയ്യാറാകരുത്. അത് അപകടം ക്ഷണിച്ചു വരുത്തും എന്നറിയുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് എന്നുള്ള വാഗ്ദത്തം യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ നാമും എല്ലാ നാളും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ കീഴിൽ ഇരിക്കുവാൻ സമയം കണ്ടെത്തും എന്ന് ഉറപ്പ് വരുത്തുക. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നത് സുഗന്ധദ്രവ്യങ്ങൾ നിറഞ്ഞ ഒരു മുറിയിലായിരിക്കുന്നത് പോലെയാണ്. നാം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ സുഗന്ധവും നമ്മോടൊപ്പം കൊണ്ടുപോകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ദൈവമാണ്. ഈ ആവൽക്കരമായ സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സുരക്ഷ. We are safe and secure not because of the absence of danger, but because of presence of God. അപകടങ്ങളില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മൾ സുരക്ഷിതരും ഭദ്രരുമായിരിക്കുന്നത്. Have a blessed day.